അപ്പോൾ ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1? ഈ D1ന്റെ കോർഡിനേറ്റ്സ് എന്താണ്? ഇഫ് R1 ഇസ് എ പോയിന്റ് 11.5, R1 എന്നുള്ള പോയിന്റ് 11.5, 0 ആണ്. ഹൗ വൈഡ് ഇസ് ദ ഡോർ? ഈ ഡോറിന്റെ വിഡ്ത്ത് എന്താണ്? ഹൗ ഡു യു തിങ്ക് ദിസ് ഇസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? If a person in a wheelchair wants to enter the room, will she or he be able to do so easily? അപ്പം ഒരു വീൽ ചെയറും കൊണ്ട് ഒരാൾക്ക് സാധാരണ ഒരു പേഴ്സണ് ഒരു നോർമൽ പേഴ്സണ് ഒരു വീൽ ചെയറും കൊണ്ട് ഈ റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഓക്കെ. ഇനി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് B1 0.0, 1.5, B1 എന്ന് പറയുന്നത് 0,1.5, B1ന്റെയും B2ന്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഈസ് ദ ബാത്റൂം ഡോർ നാരോവർ ഓർ വൈഡർ ദാൻ ദ റൂം ഡോർ? ഈ റൂം ഡോറിനേക്കാളും നാരോ ആണോ അല്ലെങ്കിൽ വൈഡർ ആണോ റൂം ഡോറിനേക്കാളും ബാത്റൂം ഡോർ? ഏതാണ് കൂടുതൽ വൈഡർ ആയിട്ടുള്ളത്? റൂം ഡോർ ആണോ ബാത്റൂം ഡോർ ആണോ? ഓക്കെ, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. മനസ്സിലായ ക്വസ്റ്റ്യൻ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ക്വസ്റ്റ്യൻ എന്താണ്? R1 എന്നുള്ള D1 എന്നുള്ള പോയിന്റ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് D1 എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കണം. റൈറ്റ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് വൈഡർ ആണോ എന്ന്. D1 R1 ഇത് ഈ റൂം ഡോർ ആണോ വൈഡർ, ബാത്റൂം ഡോർ ആണോ വൈഡർ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. റൂം ഡോറിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണം, ബാത്റൂം ഡോറിന്റെയും വിഡ്ത്ത് കണ്ടുപിടിക്കണം. ഓക്കെ. വിച്ച് വൺ ഇസ് വൈഡർ? ഏതാണ് വൈഡർ? അതുമല്ല, ഈ റൂം ഡോറിലൂടെ നമ്മൾക്ക് ഒരു നോർമൽ പേഴ്സണ് ഒരു വീൽ ചെയറും കൊണ്ട് റൂം ഡോറിലൂടെ കടക്കാൻ പറ്റുമോ? ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ ബെഡ്റൂമിലേക്ക്? അതുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, റൈറ്റ്. Shall we see this? So, second question. See the second question. What are the coordinates of D1? കോർഡിനേറ്റ്സ് ഓഫ് D1. അപ്പോൾ D1 എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. D1 എന്താന്നുള്ളത്? D1 എന്ന് പറഞ്ഞാൽ ഇത് ഈ പോയിന്റ് ആണ് അല്ലെ? ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് അതിന്റെ മുന്നിലുണ്ട്. D1 എന്നുള്ള പോയിന്റ് എന്ന് പറയുന്നത് 8,0 ആണ് D1. റൈറ്റ്. അപ്പോൾ D1 എന്നുള്ള പോയിന്റ് D1 ദറ്റ് ഈസ് 8,0 ആണ്. നോ ഡൗട്ട്. D1 8,0. ഇനി R1 എന്താണ്? R1 എന്നുള്ള പോയിന്റ് എന്താണ്? R1 ഈസ് 11.5, 0. ഇതാണ് R1. ഓക്കെ. അപ്പൊ D1 R1 ആണ് ശരിക്കും ആ റൂമിന്റെ വിഡ്ത്ത്. റൈറ്റ്. D1 R1 ആണ് റൂമിന്റെ വിഡ്ത്ത് അല്ല, സോറി, റൂം വിൻഡോന്റെ അല്ല, യെസ് അല്ലെ, റൂം ഡോറിന്റെ വിഡ്ത്ത്. സോറി, റൂം ഡോറിന്റെ വിഡ്ത്ത് D1 R1. ഇതാണ് റൂം ഡോർ. റൂം ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് റൂമിന്റെ ഡോർ. റൈറ്റ്. ഇതിന്റെ വിഡ്ത്ത് 11.5 വരെയുള്ള ഇതാണ് ഇതിന്റെ വിഡ്ത്ത്. റൈറ്റ്. അപ്പോൾ ഇതിന്റെ വിഡ്ത്ത് എന്താ നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കുക. രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുള്ളൂ. D1 8,0 ആണ്, R1 11.5, 0 ആണ്. അപ്പൊ D1 R1 എന്ന് പറഞ്ഞാൽ ആ ഡോറിന്റെ വിഡ്ത്ത്, ദറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ദ ഡോർ എന്താന്ന് നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കണം. വിഡ്ത്ത് ഓഫ് ദ ഡോർ. വിഡ്ത്ത് ഓഫ് ദ ഡോർ. വിഡ്ത്ത് ഓഫ് ദ ഡോർ D1 R1 എന്ന് പറഞ്ഞാൽ y ആക്സിസ് 0 ആണല്ലോ, ബിക്കോസ് ഇറ്റ് ലൈസ് ഓൺ എക്സ് ആക്സിസ്. സോ 11.5 മൈനസ് എക്സ് ആക്സിസ് സബ്ട്രാക്ട് ചെയ്യുക, എക്സ് കോർഡിനേറ്റ് സബ്ട്രാക്ട് ചെയ്യുക നമ്മൾക്ക്. ദറ്റ് ഈസ് 11.5 മൈനസ് 8 ഇസ് 3.5. ഈ 3.5 യൂണിറ്റ്സ് ആണ് 3.5 യൂണിറ്റ്സ് ആണ് ഈ ഡോറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. യൂണിറ്റ്സ് ആണ്, ബിക്കോസ് ഇത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് എത്രയാണോ യൂണിറ്റ്സ് എന്താ, 1 യൂണിറ്റ് എന്താ ഒന്നും തന്നിട്ടില്ല. സെന്റിമീറ്റർ ആണോ, മീറ്റർ ആണോ, ഫീറ്റ് ആണോ, കിലോമീറ്റർ ആണോ, നത്തിങ് ഈസ് ഗിവൻ. റൈറ്റ്. സോ വി ക്യാൻ റൈറ്റ് D1 R1 ദറ്റ് ഈസ് 3.5 യൂണിറ്റ്സ് ആണ്. സോ ഇത് ഇനി എന്താ ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1? അപ്പൊ സെക്കൻഡ് ആൻസർ ഇതാണ്. സെക്കൻഡ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. D1 is 8,0. റൈറ്റ്. ഇനി തേർഡ് ആൻസർ എന്താ വരിക? ഇഫ് R1 is a point 11.5, how wide is the door? അത് നമ്മൾക്ക് കിട്ടി. ഓക്കെ. വിഡ്ത്ത് ഓഫ് ദ ഡോർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് തേർഡ് ആൻസർ ആയി നമ്മൾക്ക്. വിഡ്ത്ത് ഓഫ് ദ ഡോർ. ഹൗ വൈഡ് ഇസ് ദ ഡോർ? തേർഡിന്റെ ആൻസർ ആണ് ഇത്. D1 R1 is the width of the door. 3.5 units is the width of the door. Right. Then next one. Do you think this is a comfortable width for the room door? ഇത് നിങ്ങൾ റൂം ഡോറിന്റെ കംഫർട്ടബിൾ വിഡ്ത്ത് ആണോ നമ്മൾ വിചാരിക്കുന്നുണ്ടോന്ന്? If a person in a wheelchair wants to enter the room, will he or she be able to do so? ഈസിലി. സോ ഇത് 3.5 യൂണിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് യൂണിറ്റ്സ് എത്രയാന്ന് പറയുന്നില്ല. എന്നാലും ഞാൻ വിചാരിക്കുന്നത് കംഫർട്ടബിൾ തന്നെയാണ്. ബിക്കോസ് സപ്പോസ് ഇപ്പോൾ ഈ ഒരു ഇതില് നമ്മൾക്കിപ്പോൾ മേലെ ഇപ്പം നമുക്ക് തന്നിട്ടുണ്ട് വിചാരിക്കുക.
സപ്പോസ് ദ 1 യൂണിറ്റ് ഈസ് ഒരു 1 യൂണിറ്റ് തന്നെ അവർ ചിലപ്പോൾ 1 ഫീറ്റ് ആണെന്ന് വിചാരിക്കുക. ഇമാജിൻ ചെയ്യാം നമ്മൾക്ക്. 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 ഫീറ്റ്. അങ്ങനെയാണ് യൂണിറ്റ് തന്നിരിക്കുന്നത് നമ്മൾക്ക് വിചാരിക്കാം. സപ്പോസ് 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 ഫീറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഈ D1 R1 വിഡ്ത്ത് ഓഫ് ദ ഡോർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്. അപ്പോൾ ഇഫ് 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ 1 ഫീറ്റ് ആക്കി എടുക്കുകയാണ്. സപ്പോസ് ലെറ്റ് 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 ഫീറ്റ്. ഓക്കെ. 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചസ് ആണ്? 1 ഫീറ്റ് ആർക്കെങ്കിലും അറിയോ? 1 ഫീറ്റ് എത്ര ഇഞ്ചസ് ആണ്? 12 ഇഞ്ചസ് ആണ് 1 ഫീറ്റ്. 12 ഇഞ്ചസ് ആണ്. ഈ 1 ഫീറ്റ് 12 ഇഞ്ചസ് ആണല്ലോ. അപ്പോൾ എത്രയാണ് നമ്മൾക്ക് 3.5 യൂണിറ്റ്സ് എന്നുള്ളത് നോക്കാം. 3.5 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര? 3.5 യൂണിറ്റ്സ്. ശരിക്കും 3.5 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൽ 3.5 into 12. Okay, multiply with 12. That is equal to എത്ര വരും? 42 വരും അല്ലേ? 12 that is 420 42.0 വരും. അപ്പോൾ 42 മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ 42.0 വരും. അപ്പോൾ 42 ഇഞ്ചസ് ആണിത്. 42 ഇഞ്ചസ്. ഓക്കെ. അപ്പോൾ ഒരു വീൽ ചെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വീൽ ചെയർ ഒരു 43 ടു എത്ര വരും? 42 43 ടു 44 അല്ലെങ്കിൽ എത്ര വരും? എത്ര വീൽ ചെയറിന്റെ വരിക? ഒരു 32 ഓർ 33 ഇഞ്ചസ് വരും. നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒരു വീൽ ചെയർ ഒരു 32 ഇഞ്ചസ് എടുക്കാം ഒരു വീൽ ചെയർ. ഓക്കെ. ഒരു വീൽ ചെയറിന്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 32 ഇഞ്ചസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 1 വീൽ ചെയർ. സപ്പോസ് 1 വീൽ ചെയറിന്റെ ഒരു ഡിസ്റ്റൻസ് ഒരു 32 ഓർ 33 ഇഞ്ചസ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾക്ക് ഇതിൽ ഈസി ആയിട്ട് ഒരാൾ വീൽ ചെയർ ഇതിലേ പോകാൻ പറ്റും. റൈറ്റ്. ഇതിലെ ഈ ഡോറിലൂടെ നമുക്ക് കടക്കാൻ പറ്റും. 32 ഇഞ്ചസ് 33 ഇഞ്ചസ് അല്ല. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? What is the question here? If R1 is a point, how wide is the door? Do you think this is a comfortable width for the room door? Yes. Isn't it? Yes, I'm thinking that it is a comfortable door. It's a comfortable door, right? A wheelchair can easily enter to the room. If this is a 33 inches wheelchair, if we are using, so easily we can go to the room, right? അപ്പോൾ അത് ഈസിയാണ്, നമ്മൾക്കത് കംഫർട്ടബിൾ ആണ്. So you can write this comfortable, isn't it? So you can write that it is comfortable. Yes, it is comfortable. Yes, it is comfortable. Yes, it is comfortable. അതും കൂടി നമ്മൾക്ക് അതിൽ എഴുതി ചേർക്കാം. Yes, it is comfortable. Okay, comfortable. Okay, now third question over. ഇനി എന്താണ്? If a person, if she able to do it, yes, അല്ലേ? If a person in a wheelchair wants to enter the room, yes, anybody can enter to the room. Yes, a person can enter to the room with a wheelchair. Person can enter to the room with a wheelchair. Okay, with a wheelchair, right? With a wheelchair. Okay, now what is the next question? Third question is anything else? Yeah, third one is if R1 is a point 11.5, how wide is the door? How do you think this is a comfortable width of the? അത് നമ്മൾ കഴിഞ്ഞല്ലോ എല്ലാതും. ഇനി fourth question നോക്കാം. Third over. Okay, fourth question. If B1 0,1.5 and B2 0,4 represent the ends of the bathroom door. അപ്പോൾ നമ്മൾ റൂം ഡോർ കഴിഞ്ഞു, ഇനി ബാത്റൂം ഡോറിലേക്കാണ് നമ്മൾ പോകുന്നത്. B1ന്റെ പോയിന്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? B1 is 0, that is actually B1 and B2 are on the y axis. അതുകൊണ്ടാണ് x axis ഇതാണ് അങ്ങനെയാ വരുമ്പോൾ x axis 0 ആവും, y കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. x കോർഡിനേറ്റ് 0 ആവും. അപ്പൊ B1 എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്? 0,1.5. ഇനി B2 എന്നുള്ള കോർഡിനേറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 0,4. Okay, because it lies on the y-axis. So x coordinates are 0 and y coordinates are 1.5 and 0.4, right? ഇനി നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ ഇതില് ഇനി the question എന്താണ് ഇതിന്റെ? What is the represent the ends of the bathroom door? Is the bathroom door narrower or wider than the room door? അപ്പൊ ബാത്റൂം ഡോർ നാരോവർ ആണോ വൈഡർ ആണോ റൂം ഡോറിനേക്കാൾ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ,
അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എന്താ നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതില് ഇതിന്റെ ബാത്റൂം ഡോറിന്റെ വിഡ്ത്ത് നമ്മൾക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, ബാത്റൂം ഡോറിന്റെ വിഡ്ത്ത് ഓഫ് ദ ബാത്റൂം ഡോർ. B1 എന്താണ്? B1 ഈസ് ഇതിൽ നോക്കാം 0,1.5 ആണ് B1. 0,1.5 ആണ് B1. ഇനി B2 എന്താണ്? 0,4 ആണ്. B2 ഈസ് 0,4. B2 0,4. ഇതാണ് B1ഉം B2ന്റെ. അപ്പൊ എന്തായിരിക്കും വിഡ്ത്ത് ഓഫ് ദ ഡോർ? ഇനി നമുക്ക് y ആക്സിസിലാണ് അല്ലെ, y ആക്സിസിലാണ് ഇതുള്ളത്. അപ്പൊ വിഡ്ത്ത് ഓഫ് ദ ബാത്റൂം ഡോർ, width of the bathroom door is width of the bathroom door. Width of the bathroom door is equal to എന്താ വരിക? 4 minus B2 minus B1. That is 4 എത്രയാണ്? That is 4 minus 1.5. That is equal to 4 minus 1.5. You can subtract here 4.0. ആരും 4.0 ഇടാതെ മറന്നു പോവരുത്. ഓക്കെ, then it is 2.5. That is 2.5 units. 2.5 യൂണിറ്റ്സ് ആണല്ലോ. ബാത്റൂം ഡോറിന്റെ വിഡ്ത്ത് 2.5 യൂണിറ്റ്സ് ആണ്. പക്ഷെ ബെഡ്റൂം ഡോറിന്റെ വിഡ്ത്ത് നിങ്ങൾ നോക്കൂ, എത്രയാ? 3.5 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഏതാണ് നാരോവർ ഏതാണ്? ശരിക്കും പറഞ്ഞാല് ബാത്റൂം ഡോറാണ്. ഓക്കെ, അതാണ് ഏറ്റവും നാരോ ആയിട്ടുള്ളത്. അപ്പോൾ ബെഡ്റൂം ഡോറാണ് വലുത്, ബാത്റൂം ഡോറ് narrow. That is the bathroom door narrower or wider than the room door? Yes, bathroom door is narrower than the room door. Okay, so yes, bathroom door is narrower than what is that? Bathroom, that is room door, right? Narrower than room door. Okay, നമ്മള് ഇത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. സോ 4 ക്വസ്റ്റ്യൻസ് ഓവർ. സോ ചിൽഡ്രൻ, ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ അടുത്ത എക്സസൈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ എക്സസൈസസ് ഉണ്ടാവും നമ്മളതിൽ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, സ്റ്റേ ട്യൂൺ. താങ്ക് യു.